നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. എന്ത് പറഞ്ഞാലും മതിവരാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം കഴിഞ്ഞ നവംബറിൽ വല്ലാതെ കുതിച്ച ആ ഏകദിന കിരീടം കയ്യെത്തും ദൂരത്ത് നഷ്ടമായപ്പോൾ വലിയ നിരാശയായിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിൻ്റെ ആഘോഷത്തിൻ്റെ പരകോടിയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ ഈ വിജയ തേരോട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്ത്യയുടെ വിജയത്തിൻ്റെ ചേരുവകൾ 5 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. അതിനു മുമ്പ് ഈ വിജയ വഴിയൊന്ന് നോക്കുക. ഇത് ചരിത്രമാണ്. ICC T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും അൺബീറ്റനായിട്ട് കിരീടം ചൂടിയിട്ടില്ല. ആ റെക്കോർഡ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റിക്കുറിച്ചു. T20 വേൾഡ് കപ്പിൽ അൺബീറ്റനായിട്ട് കിരീടം ചൂടുന്ന ആദ്യത്തെ ടീമാണ്. കളിച്ച മത്സരങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ജയിച്ചു. ഒന്ന് മഴ പെയ്തു പോയതാ, അല്ലെങ്കിൽ കാനഡയെയും പഞ്ഞിക്കിട്ടേനെ. പിന്നെ ഈ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ ആകെ 2 മത്സരങ്ങളിൽ മാത്രമേ അങ്ങനെ എതിരാളികൾക്ക് പറ്റിയുള്ളൂ. ഒന്ന് പാകിസ്ഥാൻ, പിന്നെ ഈ ഫൈനൽ മത്സരം. ഇതൊഴികെ ഒരു കളിയിലും ഇന്ത്യക്ക് ഒരു ഘട്ടത്തിലും തോൽക്കുമെന്ന തോന്നൽ ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് നമ്മുടെ ടീം ഈ കിരീടവും കൊണ്ട് ഇങ്ങോട്ട് മടങ്ങി വരുന്നത്. US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് കഴിഞ്ഞ ഒരു മാസക്കാലം വല്ലാത്തൊരു പ്രകടനമാണ് നമ്മുടെ ടീം നടത്തിയിട്ടുള്ളത്. വാമപ്പ് മത്സരത്തിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. അവിടെ മുതൽ തുടങ്ങിയാൽ ബംഗ്ലാദേശിനെതിരെ 60 റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് വാമപ്പ് മത്സരത്തിൽ ഇന്ത്യ നേടിയത്. ഒറ്റ കളിയെ അവിടെ വാമപ്പ് ഇന്ത്യ കളിച്ചുള്ളൂ. പല ടീമുകളും നേരത്തെ എത്തി 2ഉം 3ഉം കളികളൊക്കെ കളിച്ചല്ലോ. അവിടെ പോയി സീരീസ് കളിച്ചവരുമുണ്ട്. പക്ഷെ നമുക്കിവിടെ IPL ഒക്കെ ഉള്ളത് കൊണ്ട് വൈകിയാണ് നമ്മുടെ ടീമിന് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത്. ഒറ്റ സന്നാഹ മത്സരമേ ഉണ്ടായിരുന്നുള്ളൂ. 60 റൺസിൻ്റെ വിജയത്തോടുകൂടി ടീം ഇന്ത്യ തുടങ്ങിയ കാഴ്ച. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം. ന്യൂയോർക്കിലാണ് ഇന്ത്യ പ്രധാനമായും ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചത്. പിന്നെ നടക്കേണ്ടിരുന്ന ഒരു കളി, ന്യൂയോർക്കിന് പുറത്ത് നടക്കേണ്ടിരുന്ന കളി മഴ പെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ കളിച്ചതൊക്കെ ന്യൂയോർക്കിൽ തന്നെയാണ്. ആദ്യ കളിയിൽ 8 വിക്കറ്റിനാണ് ജയിച്ചത്. 46 പന്തുകൾ ശേഷി കേരളത്തിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പാകിസ്ഥാനോട് മാത്രമാണ് ഒരു ടൈറ്റ് മത്സരം എന്ന പ്രതീതി ഉണ്ടായത്. ഇന്ത്യ 119 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാന് 113 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 6 റൺസിന് ടീം ഇന്ത്യ വിജയിച്ചു. ഇന്ത്യ 119 റൺസിന് ഓൾ ഔട്ടായി. പാകിസ്ഥാൻ ഇന്നിങ്സ് മോശമല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. ഈ ഒരു 10 ഓവറൊക്കെ എത്തിയ സമയത്ത് അന്ന് രോഹിത് പറഞ്ഞ വാക്കുകൾ പുറത്തു വന്നത് വൈറലായിരുന്നു. രോഹിത് തന്റെ താരങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മുടെ ബാറ്റിംഗ് കൊളാപ്സ് ആവുമെങ്കിൽ അവരുടേതും കൊളാപ്സ് ആവും. നമുക്ക് പ്രതീക്ഷയുണ്ട് ബോയ്സ്, നമുക്ക് പൊരുതണം. റിസൾട്ട് എന്താ? ഒടുവിൽ ടീം ഇന്ത്യ പാകിസ്ഥാനെ കെട്ടിച്ചു. 6 റൺസിന്റെ വിജയമാണ്. അതാണ് ഒരു ടൈറ്റ് ആയിട്ടുള്ള മത്സരം വന്നത്. പിന്നെ USA-ക്കെതിരെ 7 വിക്കറ്റിന്റെ വിജയം. കാനഡക്കെതിരെയുള്ള മത്സരം മഴ പെയ്തു പോയി. അതിനുശേഷം സൂപ്പർ 8. അഫ്ഗാനെതിരെ 47 റൺസിന്റെ വിജയമാണ്. ബംഗ്ലാദേശിനെതിരെ 50 റൺസിന്റെ വിജയം. ഓസ്ട്രേലിയക്കെതിരെ 24 റൺസിന്റെ വിജയം. എല്ലാ കളികളും തീർച്ചയായിട്ടും ഇന്ത്യ ആധിപത്യം പുലർത്തി വന്നു. പിന്നെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണമാക്കി. 68 റൺസിനാണ് അവരെ കൊല വിളിച്ചത്. ഫൈനൽ മത്സരത്തിൽ പിന്നെ സൗത്ത് ആഫ്രിക്ക ശരിക്കും ഒരു ഫൈറ്റ് കൊടുത്തു. പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അങ്ങോട്ട് പോയ കളി ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി നമ്മുടെ ചുണക്കുട്ടികൾ ആ സ്വപ്നം സഫലീകരിച്ചു. ഏതായാലും ഈ വിജയത്തിൻ്റെ ചേരുവകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 5 കാര്യങ്ങൾ. ഒന്നാമത് തീർച്ചയായിട്ടും നമ്മുടെ ടീം സെലക്ഷൻ മുതൽ തുടങ്ങണം. ടീം സെലക്ഷൻ. ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ച സമയത്ത് 4 സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്നത് വലിയ ചർച്ചയായിരുന്നു. 4 ഫ്രണ്ട് ലൈൻ സ്പിന്നേഴ്സ്. കൃത്യമായിട്ട് അവിടുത്തെ കണ്ടീഷൻസ് മനസ്സിലാക്കി ടീം സെലക്ട് ചെയ്തതാണത്. ന്യൂയോർക്കിൽ പേസ് ബൗളിങ്ങിന് അനുകൂലമായിരുന്നു, ശരിയാണ്. പക്ഷേ കളി മുറുകി വെസ്റ്റ് ഇൻഡീസിലേക്ക് എത്തിയപ്പോൾ സ്പിൻ ബൗളേഴ്സിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. നമ്മൾ 3 സ്പിന്നേഴ്സിനെ വെച്ചുകൊണ്ടാണ് വെസ്റ്റ് ഇൻഡീസിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഫൈനലിൽ ശരിയാണ് സ്പിന്നേഴ്സിനെ ഒന്ന് പാളിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പത്തെ കളികളിലൊക്കെ സ്പിന്നേഴ്സ് പ്രധാന റോള് വഹിച്ചു. കുൽദീപിനെ എടുത്തു പറയണം. കുൽദീപിന്റെ പ്രകടനം. കുൽദീപും അക്സറും രവീന്ദ്ര ജഡേജയും പ്ലസ് ബെഞ്ചിലിരുന്ന യശ്വന്ദ്ര ചാഹലും 4 പ്രധാനപ്പെട്ട സ്പിന്നർമാരെ തന്നെ ടീമിലെടുത്തു പോയി. അതിനെക്കുറിച്ച് അന്ന് രോഹിത് പറഞ്ഞിരുന്നു, ആ കണ്ടീഷൻ അനുസരിച്ചുള്ള ടീമാണ് സെലക്ട് ചെയ്യുന്നത് എന്ന്. തീർച്ചയായിട്ടും കണ്ടീഷൻ അനുസരിച്ചുള്ള ടീമിനെയാണ്, സ്ക്വാഡിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ശിവൻ ദ്യൂബയെ കളിപ്പിച്ചതും മറ്റുമൊക്കെ അത് ടീം ബാലൻസിന്റെ കാരണം കൊണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റുള്ള ഹിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള താരത്തെ വേണം. പന്തുണ്ടായിരുന്നു.
ദ്യൂബയെ അങ്ങനെ കളിപ്പിച്ചു. പക്ഷെ ദ്യൂബയുടെ ബൗളിംഗ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നില്ല. അതിന്റെ കാരണം മറ്റൊരു താരമാണ്. അത് ഹാർദിക് അത്രയും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ പിന്നെ ഇഷ്ടം പോലെ ബൗളിംഗ് ഓപ്ഷൻസ് ഓൾറെഡി അവിടെ അവൈലബിൾ ആവുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്ര ജഡേജയ്ക്ക് പലപ്പോഴും തന്നെ കോട്ട കംപ്ലീറ്റ് ചെയ്യാൻ ഓവർ കിട്ടാതെ പോയതും. സോ ടീം സെലക്ഷൻ മുതൽ കാര്യങ്ങൾ കൃത്യമായിരുന്നു. ഇനി നോക്കുക, രണ്ടാമത്തെ കാര്യം, വെറ്ററൻ താരങ്ങളെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു. വെറ്ററന്മാരായിട്ടുള്ള രോഹിത്തും കോഹ്ലിയും അവരുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ടൂർണമെന്റിൽ. നമുക്കറിയാം, കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ കളിച്ചതിന് ശേഷം പിന്നെ ഇവർ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി T20 മത്സരങ്ങൾ കളിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ 2024 ഈ വർഷം ജനുവരിയിൽ അഫ്ഗാനെതിരെ നടന്ന T20 ഇന്റർനാഷണൽ സീരീസിലാണ് അവർ തിരികെ വരുന്നത്. അപ്പൊ ഈ T20 വേൾഡ് കപ്പ് തന്നെ മനസ്സിൽ കണ്ട് തിരികെ വന്നതാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരെ തിരിച്ചു വിളിച്ചതും. അവര് ഈ വേൾഡ് കപ്പിനായിട്ട് ഒരുങ്ങി വന്നു. വേൾഡ് കപ്പ് കിരീടവും ചൂടി അവർ പടിയിറങ്ങി. ഇതിൽ രോഹിത്തിന്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മികച്ച ക്യാപ്റ്റൻസി എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ അദ്ദേഹം മിന്നിക്കത്തി. എങ്ങനെയാണ് ഓസ്ട്രേലിയയെ പഞ്ഞിക്കിട്ടതെന്ന് ഓർത്താൽ മതി. കഴിഞ്ഞില്ല. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനും കൊടുത്തല്ലോ പണി. സോ നിർണായകമായ മത്സരങ്ങളിൽ ഈ പ്രധാനപ്പെട്ട വെറ്ററൻ താരങ്ങൾ തിളങ്ങുന്നു. അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വേണം. ആ എക്സ്പീരിയൻസിന്റെ മികവാണ് നമ്മൾ ഫൈനലിൽ കോഹ്ലിയിലും കണ്ടത്. കോഹ്ലി ഈ വേൾഡ് കപ്പിൽ ഒട്ടും തിളങ്ങിയിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ ദ്രാവിഡ് ഫൈനലിന് മുമ്പ് പറഞ്ഞു, മേ ബി ഫൈനലിന് വേണ്ടി മാറ്റിവെച്ചതാവാം. അതുപോലെ ഹിറ്റ്മാനും പറഞ്ഞു, ഫൈനലിൽ കോഹ്ലിയിൽ നിന്ന് മികച്ച പ്രകടനം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെ സംഭവിച്ചെന്നേ. തുടക്കത്തിൽ കേശവ് മഹാരാജ് 2 വിക്കറ്റ് അങ്ങ് എടുത്തു. നമ്മുടെ ഹിറ്റ്മാനും പന്തും പോകുന്നു. പിന്നാലെ പോകുന്നു സൂര്യകുമാർ യാദവ്. വീണോ, തകർന്നോ, അങ്ങനെ കരുതിയിടത്താണ് അക്സർ വന്നു. കോഹ്ലിക്കൊപ്പം നിൽക്കുന്നു, അക്സർ അടിക്കുന്നു, കോഹ്ലി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഒരു ഭാഗം കാത്തത് കോഹ്ലിയാണ്. പിന്നെ ദ്യൂബ വരുന്നു. ദ്യൂബയൊക്കെ മോശം പ്രകടനം നടത്തിയാണ്, പക്ഷെ ഫൈനലിൽ മികച്ച പ്രകടനം. അതാണ് ഇമ്പോർട്ടൻസ്. അവിടെ കോഹ്ലി ഉണ്ടായിരുന്നു. കോഹ്ലിയുടെ സപ്പോർട്ടിലാണ് നടക്കുന്നത്. 48 പന്തിൽ നിന്ന് 50 എങ്കിലും പിന്നെ അങ്ങ് അദ്ദേഹം ആഞ്ഞടിച്ചു. അങ്ങനെയാണ് ഒരു സ്കോർ വരുന്നത്, മാൻ ഓഫ് ദി മാച്ച് ആവുന്നതും. അതാണ് കാര്യം. കളി കഴിഞ്ഞിട്ട് രോഹിത് പറഞ്ഞില്ലേ, എക്സ്പീരിയൻസ് ആണ് ആ കണ്ടതെന്ന്. അതെ, എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുത്തു. ഈ വെറ്ററന്മാരെ ടീമിലെടുത്തു. മറ്റുള്ളവർക്ക് അവരുടെ സാന്നിധ്യം തന്നെ ഒരു ആത്മവിശ്വാസമാണ്. ഇന്ത്യൻ താരങ്ങൾക്ക്, എതിരാളികൾക്കോ ഇവരുടെ സാന്നിധ്യം തന്നെ ഒരു ത്രെട്ടാണ്. അവിടെയാണ് വ്യത്യാസം. ഇന്ത്യൻ വിജയത്തിന്റെ ചേരുവകളിൽ എടുത്തു പറയണം ഈ 2 ലെജൻഡറി പ്ലേയേഴ്സിന്റെ സാന്നിധ്യം. മൂന്നാമത്തെ കാര്യം, ഒരു സംശയവുമില്ല, മാസ്റ്റർ, ബൗളിംഗ് മാസ്റ്റർ, പേസ് ബൗളിംഗ് മാസ്റ്റർ ജസ്പ്രീത് ബൂംറ. ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബൗളർ ആരാ? ഇനി വെസ്റ്റ് ഇൻഡീസിലേക്കും പാകിസ്ഥാനിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒന്നും നോക്കണ്ട, ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ മതി. ഇവിടെയുണ്ട് ആ മുത്ത്, ആ ജം ഇവിടെയുണ്ട്. ജസ്പ്രീത് ബൂംറ അക്രോസ് ദി ഫോർമാറ്റ് ഏറ്റവും മികച്ച ബൗളർ ബൂംറ തന്നെയാണ്. ഒരിക്കൽ കൂടി T20 വേൾഡ് കപ്പിൽ അദ്ദേഹം അത് തെളിയിച്ചു. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ബൂംറയോളം മികച്ചൊരു ബൗളർ ഇല്ല ക്യാപ്റ്റനെ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ. ഇന്നലെയും നമ്മളത് കണ്ടില്ല. അക്സറിന് അടി കിട്ടി, പണി കിട്ടിയ ഓവറിന് ശേഷം കളി തിരികെ പിടിക്കണം. 5 ഓവറുകളിൽ 30 റൺസ് മതി സൗത്ത് ആഫ്രിക്കക്ക്. ആ ഘട്ടത്തിൽ തിരികെ വിളിക്കുന്നു. അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തെറിയുന്നു. ആ റണ്ണൊഴുക്ക് തടയുന്നു. കിടിലൻ 2 വിക്കറ്റുകളും ഇന്നലെയും പിഴുതില്ലേ. 5 പോലും അദ്ദേഹത്തിന്റെ ഓവറുകളിൽ എക്കണോമി വരുന്നില്ല. 4 താഴെയാണ്, 5 താഴെയാണ്, ജസ്റ്റ് അബവ് 4. T20 വേൾഡ് കപ്പാണ്. അവിടെയാണ് ഒരു മാസ്റ്റർ പെർഫോമൻസ്. ഈ വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതും വെറുതെയല്ല. ബൂംറയുടെ സാന്നിധ്യം. ഇപ്പൊ എതിരാളികൾ ഇന്ത്യക്കെതിരെ കളിക്കാൻ വരുമ്പോ T20 ആണെന്ന് പറഞ്ഞാലും അവർ കണക്ക് കൂട്ടുന്നത് ഈ 4 ഓവർ അങ്ങ് കുറച്ച് 16 ഓവർ മാത്രമാണ്. കാരണം ഈ 4 ഓവർ ഉപ്പ് നോക്കാൻ പോലും കിട്ടില്ലെന്നറിയാം. അങ്ങനെയാണ് ബൂംറ എറിയുന്നത്. സോ ബൂംറയാണ് ഇന്ത്യൻ വിജയത്തിന്റെ ചേരുവകളിൽ ഒന്ന്, സുപ്രധാന ചേരുവ. ദെൻ ഹാർദിക് പാണ്ഡ്യ. അത് പറയണം, പറഞ്ഞേ പറ്റൂ. എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് അദ്ദേഹം ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത്രയധികം ബുള്ളിങ്ങും മറ്റുമൊക്കെ അദ്ദേഹം അനുഭവിച്ചില്ലേ. പക്ഷെ ഒക്കെ കഴിഞ്ഞ് ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ കിടിലൻ പ്രകടനം, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും.
എക്സലന്റ് പെർഫോമൻസ്, ടോപ്പ് ക്ലാസ് ഓൾറൗണ്ട് പെർഫോമൻസ് ആണ് ഹാർദിക് പാണ്ഡ്യ നടത്തിയത്. അതിൻ്റെ കൂടി റിസൾട്ടാണിത്. ആ മനുഷ്യനെ കൈയടിക്കണം. ആ മനുഷ്യനിൽ നിന്ന് പലതും പഠിക്കാനുമുണ്ട്. എന്തൊക്കെ ആരോപണങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെ അപമാനിക്കലുകളും ഏറ്റുവാങ്ങിയാലും എന്തൊക്കെ അപമാനം അദ്ദേഹത്തിന് നേരെ എന്തൊക്കെ തരത്തിൽ നടന്നു. കൂവി വിളിക്കുന്നത്, സ്വന്തം കാണികൾ കൂവി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്, സൈബർ ഇടത്തിലുള്ള ആക്രമണം, ഒന്നിനും അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞില്ല. ഇപ്പൊ വിജയിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്, അൺഫെയർ ആയിരുന്നു ട്രീറ്റ്മെന്റ്. പക്ഷെ എനിക്കറിയാമായിരുന്നു ഒരു സമയം വരും, എനിക്ക് ഷൈൻ ചെയ്യാനുള്ള സമയം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. യെസ്, ഹാർദിക് പാണ്ഡ്യയുടെ ആ മനോവീര്യം, ആ കരുത്ത്, അത് ടീം ഇന്ത്യയുടെ ഈ വിജയത്തിൽ പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട്. ദെൻ ടീം സ്പിരിറ്റ് തന്നെയാണ് അവസാനത്തെ പോയിന്റ്. നമ്മൾ 5ാമത്തെ പോയിന്റ് പറയുന്നത് ഈ ടീമിന്റെ സ്പിരിറ്റ്. നായകൻ കുത്തിവെച്ചതാണത് എന്ന് വേണമെങ്കിൽ പറയാം. ആ പാകിസ്ഥാനെതിരെയുള്ള കളിയിലെ സംഭാഷണം നമ്മൾ പറഞ്ഞില്ലേ, പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഉണ്ടാവുന്നു. ഈ ടീമിന്റെ ഒരു പോരാട്ട വീര്യം ഇന്നലെ അത് കൃത്യമായി കണ്ടില്ലേ. 5 ഓവറിൽ 30 റൺസ് മതി, 6 വിക്കറ്റ് കയ്യിലിരിക്കുന്നു സൗത്ത് ആഫ്രിക്കക്ക്. അവിടെ നിന്ന് കളി പിടിച്ച് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ടീമിന്റെ സ്പിരിറ്റ് വലുതാണ്. ഇതൊരു ഫാമിലി പോലെയാണ് വർത്തിച്ചത്. അതിന്റെ റിസൾട്ട് കൂടിയാണ് ഈ സംഭവിച്ചത്. തീർച്ചയായിട്ടും പോരാട്ട വീര്യം, ഒരിക്കലും തോറ്റുകൊടുക്കാൻ മനസ്സില്ല, അവസാനം വരെ പൊരുതും എന്നുള്ള ആ പോരാട്ട വീര്യമുണ്ടല്ലോ, അതുകൂടി ഈ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ നേട്ടങ്ങളാണ് ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 2ാം തവണയാണ് T20 വേൾഡ് കപ്പിൽ ഇന്ത്യ മുത്തമിടുന്നത്. ലോകത്തിന്റെ നെറുകയിലാണ് ഇപ്പോൾ ഈ ടീം ഉള്ളത്. എത്ര തവണ നമ്മൾ കഴിഞ്ഞൊരു ഡെക്കേഡിൽ കിരീടത്തിന് അടുത്ത് വന്നിട്ട് നിരാശപ്പെട്ടിട്ടുണ്ട് ICCയുടെ പല ടൂർണമെന്റുകളിലായിട്ട്. അതിനൊക്കെ പരിഹാരമായിട്ട് ഏറ്റവും ഒടുവില് കിരീടം തന്നെ സ്വന്തമാക്കി നമ്മുടെ ടീം വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് തിരിച്ചു വറക്കാൻ ഒരുങ്ങിയാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.